നമസ്കാരം. നവരാത്രിയിലെ 6-ാം ദിനം കാത്യായനി ദേവിക്കുള്ളതാണ്. കന്യകമാരുടെ സ്വയംവര ദേവത, വിഷാംശം കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ പൂർണ്ണമായി മാറുവാൻ ഭജിക്കേണ്ട ദേവത. ഇതാണ് കാത്യായനി ദേവത. കഥൻ എന്ന ഒരു മഹാഋഷിയുടെ മകനായിരുന്നു കാത്യായനൻ. കാത്യായനും ഭാര്യ ഹേമയ്ക്കും മക്കളില്ല. വലിയ ദേവീഭക്തരായിട്ടുള്ളവർ വളരെ കാലം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ശ്രമിച്ചു. പക്ഷേ മക്കൾ ഉണ്ടായില്ല. എന്നാൽ വാനപ്രസ്ഥത്തിലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലെത്തുന്ന സമയത്ത് അവർക്ക് ഭഗവതി ഒരു പെൺകുഞ്ഞായി ജനിക്കുകയാണ്. ആ പെൺകുഞ്ഞിൻ്റെ പേരാണ് കാത്യായനി ദേവി. കാത്യായനൻ്റെ മകളായതുകൊണ്ട് കാത്യായനി എന്ന് അവൾ അറിയപ്പെട്ടു. ഇതൊരു ഐതിഹ്യം. നമ്മുടെ ദേവീ മാഹാത്മ്യത്തിൽ മഹിഷാസുരമർദ്ദിനിയായിട്ടാണ് ദേവി കാത്യായനിയെ അറിയപ്പെടുന്നത്. മഹിഷാസുരൻ രംഭാസുരൻ്റെ മകനാണ്. മഹിഷ്മതിയിൽ രംഭാസുരനുണ്ടായ മകനാണ് ഈ പറയുന്ന മഹിഷാസുരൻ. ആൾ വലിയ പരാക്രമിയാണ്. ത്രിലോകങ്ങളൊക്കെ കീഴടക്കി കഴിഞ്ഞു. ബ്രഹ്മാവിനെ തപസ് അനുഷ്ഠിച്ച് ഒരു വരം കൂടി അങ്ങ് സ്വന്തമാക്കാം എന്ന് വിചാരിച്ച് കഠിന തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പതിവ് പോലെ മരണമില്ലാത്തവനായി മാറണം എന്നുള്ള വരം ചോദിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, അതൊന്നും സാധ്യമല്ല. നമ്മുടെ മനുഷ്യരുടെയും ചിന്തകൾ ഇതുപോലെയാണ്. നമുക്കൊരിക്കലും വാർദ്ധക്യം വരില്ല, നമുക്കൊരിക്കലും മരണം വരില്ല. എന്നിട്ട് ആ ചിന്തയിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനും എന്ത് കള്ളത്തരം ചെയ്യാനും പണത്തിന് വേണ്ടിയും ധനത്തിന് വേണ്ടിയും പേരിനും പ്രശസ്തിക്കും നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ക്രൂരകൃത്യവും എന്ത് ചതിയും ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കും, അത് ചെയ്യും. പക്ഷേ ഒരിക്കൽ നമുക്കും മരണമെത്തും എന്നുള്ള നിത്യസത്യം മനസ്സിലാക്കിയാൽ അന്യരെ സ്നേഹിക്കുവാൻ, ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുവാനും സഹായിക്കുവാനും നമുക്ക് സാധിക്കും. പക്ഷേ നമ്മെപ്പോലെ തന്നെ ഈ അസുരനും മരണമില്ലാത്തവനാണ്, അല്ലെങ്കിൽ മരണമില്ലാത്തവനാകാൻ വേണ്ടി വരം ചോദിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, പറ്റില്ല, അങ്ങനെയൊന്നും പറ്റില്ല, അത് നടക്കുന്ന കാര്യമല്ല. എങ്കിൽ പിന്നെ എനിക്ക് ത്രിലോകങ്ങളിലുള്ള ആരിൽ നിന്നും മരണം ഉണ്ടാകരുത്. ദേവന്മാരോ അസുരന്മാരോ അല്ലെങ്കിൽ മനുഷ്യരോ ആരിൽ നിന്നും എനിക്ക് മരണമുണ്ടാകുന്നുവെങ്കിൽ അതൊരു സ്ത്രീയിൽ നിന്ന് വേണം. ഒരു സ്ത്രീ മാത്രമേ എന്നെ വധിക്കുവാൻ പാടുള്ളൂ എന്നുള്ള വരമാണ് ഈ വിദ്വാൻ ബ്രഹ്മാവിനോട് ചോദിച്ചത്. സ്ത്രീകൾ അബലകളല്ലേ, ചപലകളല്ലേ. എന്നെപ്പോലെയുള്ള ഒരു വലിയ വീര്യവാനായ അസുരനെ വധിക്കുവാൻ അവർക്കൊരിക്കലും സാധിക്കില്ല എന്നുള്ള ഒരു വ്യാമോഹമായിരുന്നു ആ അസുരൻ്റെ ആ വരത്തിൻ്റെ ചോദ്യത്തിൻ്റെ പുറകിൽ. അങ്ങനെ വരവൊക്കെ വാങ്ങി തൻ്റെ കുൽസിത പ്രവർത്തനങ്ങൾ വളരെ നന്നായി തന്നെ ചെയ്ത് ത്രിലോകങ്ങൾക്ക് മുഴുവൻ ഭീഷണിയും ഉപദ്രവവുമായി ഈ വിദ്വാൻ മാറി. ഇന്ദ്രന് സ്വന്തം ലോകം നഷ്ടപ്പെട്ടു. ഇന്ദ്രൻ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. ലോകത്തെ സകല നന്മകളും ഇല്ലാതായി. സകലതും മുച്ചൂടും മുടിച്ചുകൊണ്ടവൻ തൻ്റെ തേരോട്ടം തുടരുമ്പോൾ എല്ലാവരും കൂടെ ത്രിമൂർത്തികളായ വിഷ്ണു, ബ്രഹ്മ, മഹേശ്വരൻ്റെ അടുക്കൽ ചെന്നിട്ട് വളരെ വ്യസനത്തോടുകൂടി തങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പറയുകയാണ്. ഈ അസുരൻ്റെ ദുഷ്കൃത്യങ്ങൾ കേട്ട് ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും രക്തവർണ്ണത്തിലുള്ള ഒരു അത്യുജ്വലമായ തേജസ് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അതേസമയം തന്നെ മഹേശ്വരൻ്റെ മുഖത്തു നിന്നും തമോ ഗുണപ്രധാനമായിട്ടുള്ള ഒരു വെളുത്ത നിറത്തിലുള്ള തേജസ് വരികയാണ്. അതേസമയം തന്നെ വിഷ്ണു ഭഗവാന്റെ മുഖത്തു നിന്നും നീല നിറത്തിലുള്ള ഒരു തേജസ്സും പുറപ്പെട്ടു വന്നു. അതോടൊപ്പം തന്നെ ദേവന്മാരുടെ എല്ലാം ശരീരത്തിൽ നിന്നൊരു തേജസ് പുറപ്പെട്ട അതെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന ഒരു ദേവീരൂപമായി മാറുകയാണ്. അതാണ് കാത്യായനി ദേവി. ആ സമയത്ത് തന്നെ മഹാപാർവതിയാകുന്ന ഈ കാത്യായനി ദേവിയിൽ സരസ്വതിയും ലക്ഷ്മിയും ലയിച്ചു ചേരുകയാണ്. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന സമ്മാനങ്ങൾ ഭഗവതിക്ക് കൊടുക്കൂ. നിങ്ങളുടെ സങ്കടാവസ്ഥയിൽ നിന്നും ഭഗവതി നിങ്ങളെ മോചിപ്പിക്കും.
എല്ലാവരും ആയുധങ്ങളും ആഭരണങ്ങളും ഒക്കെ ഭഗവതിക്ക് ദാനം ചെയ്യുകയാണ്. ദാനമല്ല, സമ്മാനിക്കുകയാണ്. ഹിമവാൻ, പാർവതി ദേവിയുടെ അച്ഛനായിട്ടുള്ള ഹിമവാൻ ഭഗവതിക്ക് സിംഹാസനം കൊടുക്കുകയാണ്. സിംഹമാണ് ഭഗവതിയുടെ ആസനം. ഒരു സിംഹത്തിനെ കൊടുക്കുകയാണ്. അങ്ങനെ സിംഹത്തിൻ്റെ പുറത്തേറി സർവാഭരണ വിഭൂഷിതയായി, സർവാലങ്കാര വിഭൂഷിതയായി, സർവായുധ വിഭൂഷിതയായി ഭഗവതി മഹിഷാസുരനെ വധിക്കുകയാണ്. ഇങ്ങനെയുള്ള ഭഗവതിയാണ് കാത്യായനി ഭഗവതി, കാത്യായനി ദേവി. കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായ കാത്യായനി ക്ഷേത്രങ്ങളുണ്ട്. കാത്യായനി ഭഗവതിയുടെ പൂജയിലൂടെ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടോ അതെല്ലാം സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കന്യകമാരുടെ സ്വയംവര ദേവതയാണ് കാത്യായനി ഭഗവതി. വിവാഹ തടസ്സം മാറാൻ കാത്യായനി വ്രതം കന്യകകൾ നോക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴത്തിൻ്റെ ദേവതയാണ് ഭഗവതി. അതുകൊണ്ട് തന്നെ ധനധാന്യ സൗഭാഗ്യത്തിൻ്റെ കാരകൻ കൂടിയാണ് വ്യാഴം എന്നുള്ളതിനാൽ ഭഗവതിയെ പൂജിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് ഏറ്റവും ഗുണകരമായ ഒന്നാണ്. കാത്യായനി ദേവിയുടെ പൂജ വ്യാഴപ്രീതിക്ക് വളരെ അനുഗ്രഹമായി മാറും. ചൊവ്വ ദോഷമുള്ളവർ, ചൊവ്വ ദശയുള്ളവർ, ചൊവ്വയുടെ അപഹാരമുള്ളവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള പൂജയിലൂടെ കാത്യായനി ദേവിക്ക് തങ്ങളാൽ കഴിയുന്ന പൂജാദ്രവ്യങ്ങളും നൈവേദ്യമൊക്കെ അർപ്പിച്ച് കാത്യായനി പൂജ നടത്തുകയും കാത്യായനി ക്ഷേത്രത്തിൽ കൃത്യമായി വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വിഷാംശം കൊണ്ട് രോഗ അവസ്ഥയിലേക്ക് എത്തുന്ന പലരുമുണ്ട്, പലതരം വിഷാംശങ്ങൾ കൊണ്ട്. അങ്ങനെയുള്ള രോഗമുള്ളവർ കാത്യായനി ദേവി ഭജനത്തിലൂടെ, കാത്യായനി ദേവി ദർശനത്തിലൂടെ, ആ ക്ഷേത്രത്തിലെ പൂജകളിലൂടെ അവർക്ക് ആ രോഗവിമുക്തി നേടുവാൻ സാധിക്കും. ഇത്തരത്തിൽ നവരാത്രിയിലെ 6-ാം ദിനത്തിലെ കാത്യായനി ദേവിയുടെ മഹിമ വർണ്ണിച്ചാലും തീരില്ല. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മാ ഭഗവതിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം.